നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹം നേമം പോലെയുള്ള കോൺഗ്രസിന് വലിയ സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസിന് ജയിക്കാൻ വലിയ സാഹചര്യമില്ലാത്ത മണ്ഡലങ്ങൾ ഉൾപ്പെടെ പ്രചരണത്തിലെത്തിയിരിക്കുകയാണ്. ഈ രേവന്ത് റെഡ്ഡിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിനും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കും കൂടുതൽ ഊർജ്ജസ്വലമാകാൻ സാധ്യതയില്ലേ? തീർച്ചയായും രേവന്ത് റെഡ്ഡിയുടെ വരവെന്നല്ല, കേരളത്തെ സ്വാധീനിക്കാൻ പുറത്തു നിന്നുള്ള കോൺഗ്രസിന്റെ ഏത് നേതാക്കൾ വന്നാലും അത് കോൺഗ്രസിനും UDF-നും കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത, നിയമം പോലെ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ പോലും വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ പ്രചരണത്തിന് എത്തുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ സാധ്യത നമുക്കറിയാം. നിയമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്, അല്ലെങ്കിൽ കെ മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോയ സ്ഥലത്ത് അവിടെ വോട്ട് ശതമാനം ഉയർത്തി 2-ാം സ്ഥാനത്ത്, 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 2-ാം സ്ഥാനത്ത് എത്തുക എന്ന ലക്ഷ്യമുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് 140 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കുക എന്നതാണ് ലക്ഷ്യം. നമുക്കറിയാം, ഒരിക്കലും 140 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കില്ലെങ്കിൽ കൂടി ആ 140 നിയോജക മണ്ഡലങ്ങളെയും ഒരുപോലെ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങളുമായി കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രേവന്ത് റെഡ്ഡിയെ പോലുള്ള നേതാക്കന്മാർ കേരളത്തിൽ പ്രചരണത്തിന് എത്തുമ്പോൾ മാക്സിമം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്താൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ രേവന്ത് റെഡ്ഡി മാത്രമല്ല, കേരളത്തിൽ തന്നെ സ്ഥാനാർത്ഥികളല്ലാത്ത നിലവിൽ MP-മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഓരോ നിയോജക മണ്ഡലങ്ങളിലേക്കും പോവുകയാണ്. കാരണം എന്ന് പറയുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓടിയെത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. 140 നിയോജക മണ്ഡലങ്ങളും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, 3-ാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങൾ 2-ാം സ്ഥാനത്ത് 1-ാം സ്ഥാനത്തും എത്തുക, നിലവിലെ സിറ്റിംഗ് MLA-മാരെ നിലനിർത്തുക അല്ലെങ്കിൽ നിലവിലെ സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കുക. ഇത്തരത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും മുന്നിലുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ രേവന്ത് റെഡ്ഡി ആയാലും, സച്ചിൻ പൈലറ്റ് ആയാലും, ദീപാദാസ് മുൻഷി ആയാലും, രാഹുൽ ഗാന്ധി ആയാലും, പ്രിയങ്ക ഗാന്ധി ആയാലും, മല്ലികാർജുൻ ഖാർഗെ ആയാലും, ഇവരെല്ലാം കോൺഗ്രസിനും UDF-നും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇവരുടെ എല്ലാം വരവ് കോൺഗ്രസ് UDF ക്യാമ്പുകളിൽ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലാണ്. അത്തരത്തിൽ ആരൊക്കെ ക്യാമ്പയിനുമായി കേരളത്തിലേക്ക് വന്നാലും, കോൺഗ്രസിനും UDF-നും അനുകൂലമായ ആരൊക്കെ കേരളത്തിൽ ക്യാമ്പയിനുമായി വന്നാലും അത് കോൺഗ്രസിനും UDF-ന്റെ പ്രവർത്തകർക്ക് നൽകുന്ന ആത്മവിശ്വാസം വേറൊന്ന് തന്നെയാണ്. തീർച്ചയായും ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള പദ്ധതികളാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പിലാക്കി വിജയിച്ച ഒരു സംസ്ഥാനമാണ് തെലങ്കാന. ആ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസ് പ്രഖ്യാപിച്ച പദ്ധതികൾ അത് കേരളത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നൊരു ആശങ്കയും ചോദ്യവും ഒക്കെ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. അതിന് വ്യക്തത വരണമെങ്കിൽ ഭരണത്തിൽ ഏറിയാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. ഈ പദ്ധതികളൊക്കെ വിജയകരമായി നടപ്പിലാക്കിയ തെലങ്കാനയുടെ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പദ്ധതിയുടെ വിശ്വാസ്യത കൂടി കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയില്ലേ? തീർച്ചയായും കഴിയും. നമ്മളിപ്പോ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ UDF-കാരോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി കേരളത്തിൽ തീർച്ചയായും നടപ്പിലാക്കും, തെലങ്കാനയിലും മറ്റും നടപ്പിലാക്കിയ കാരണമാണ്. വെറുതെ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ, വോട്ടർമാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇന്ദിരാ ഗ്യാരണ്ടി ഞങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിലും നടപ്പിലാക്കുമെന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയ്ക്ക് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യം നോക്കേണ്ടിയിരിക്കും. എന്നാലും അവർ ഉയർത്തിക്കാട്ടുന്നത് തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ കാര്യം കേരളത്തിലും നടത്തുമെന്നാണ്. ആ സ്ഥലത്തേക്കാണ് രേവന്ത് റെഡ്ഡി വരുന്നത്. അപ്പൊ ആ രേവന്ത് റെഡ്ഡിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡി സംസാരിക്കുന്ന വേദികൾ തീർച്ചയായും ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാര്യങ്ങൾ പരാമർശിക്കപ്പെടും, ഇന്ദിരാ ഗ്യാരണ്ടിയെ പറ്റി സംസാരിക്കും. അത് സ്വാഭാവികമായും കോൺഗ്രസിലും സാധാരണക്കാരായ വോട്ടർമാർക്കും ഒരു വിശ്വാസം നൽകും. കാര്യം നമ്മൾ കേരളത്തിലുള്ളവർ പറയുന്നത് എന്താണ്, തെലങ്കാനയിൽ നടത്തി. പക്ഷെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിശ്വാസവും ആത്മവിശ്വാസവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും കൊടുക്കുമെന്നതിനപ്പുറം സാധാരണക്കാരെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ പറയുന്ന രേവന്ത് റെഡ്ഡി പറയുന്ന ഓരോ വാക്കും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി എങ്ങനെയൊക്കെ നടപ്പിലാക്കുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതാണ് KSRTC സംവിധാനം. അവിടെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. തെലങ്കാന നമുക്കറിയാം കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരുന്ന ഒരു സംസ്ഥാനമാണ്. തെലങ്കാനയും ആന്ധ്രയും ഒരുമിച്ചുള്ള ആന്ധ്രാപ്രദേശ് ആയിരുന്ന സാഹചര്യത്തിൽ അവിടെ YS രാജശേഖര റെഡ്ഡി എന്ന് പറയുന്ന അന്തരിച്ച കോൺഗ്രസ് നേതാവ് കാൽനടയായി യാത്ര നടത്തി 10,000-കണക്കിന് കിലോമീറ്ററുകൾ കാൽനട യാത്ര നടത്തി തിരിച്ചു കൊണ്ടുവന്ന ആന്ധ്രാപ്രദേശ് പിന്നീട് ആന്ധ്രയും തെലങ്കാനയുമായി വിഭജിക്കുകയും ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസ് നാമാവിശേഷമായപ്പോൾ അവിടെ രേവന്ത് റെഡ്ഡി പാർട്ടിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തെലങ്കാനയിൽ നടത്തിയ പോരാട്ടത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് തെലങ്കാനയിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. ആ രേവന്ത് റെഡ്ഡിയാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്നത്. ഈ രേവന്ത് റെഡ്ഡി എന്ന് പറയുമ്പോൾ തെലങ്കാനയിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഒരു അമാനുഷികമായ ഒരു വ്യക്തിയാണ്. കാരണം ബൂത്ത് തലത്തിൽ പോലും പാർട്ടി സംവിധാനം ഇല്ലാത്ത കോൺഗ്രസിനെ തെലങ്കാനയിൽ തിരിച്ചു കൊണ്ടുവരാൻ അഹോരാത്രം പണിപ്പെട്ട ഒരു വ്യക്തിത്വമാണ് രേവന്ത് റെഡ്ഡി എന്ന കാര്യത്തിൽ തർക്കമില്ല.
ഇന്ത്യയിൽ കോൺഗ്രസിന് ഇത്തരത്തിൽ ഒരു മുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ, ഇപ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രേവന്ത് റെഡ്ഡി നേരത്തെ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തെലുങ്കുദേശം പാർട്ടിയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. തെലുങ്കുദേശം പാർട്ടിയിൽ നിന്ന് പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വരികയും തെലങ്കാനയിൽ കോൺഗ്രസിന് വേണ്ടി വലിയ വിസ്മയം തീർക്കുകയും ചെയ്ത രേവന്ത് റെഡ്ഡിയെ പോലെ ഒരാൾ പിന്നീട് നടന്ന തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും രേവന്ത് റെഡ്ഡി അവിടുത്തെ മുഖ്യമന്ത്രി പദത്തിൽ എത്തുകയും ചെയ്ത സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതേ രേവന്ത് റെഡ്ഡിയാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് വോട്ടഭ്യർത്ഥിക്കാനായി കടന്നു വരുന്നത്. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് രേവന്ത് റെഡ്ഡി പോലെയുള്ള ദേശീയ നേതാക്കന്മാരുടെ കടന്നുവരവ് വലിയ ഉന്മേഷവും ഊർജ്ജവും നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരുന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഗതി എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന അതേ സാഹചര്യത്തിലാണ് ദേശീയ നേതാക്കന്മാരുടെ കടന്നുവരവ് കോൺഗ്രസിന് കരുത്തു പകരുന്നത്. ഈ നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അമിത പ്രതീക്ഷ വെച്ചു പുലർത്താത്ത ഈ മണ്ഡലങ്ങളിൽ രേവന്ത് റെഡ്ഡിയുടെ വരവ് കോൺഗ്രസിന് ഊർജ്ജം പകരുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. അവിടെയാണ് രേവന്ത് റെഡ്ഡിക്ക് കേരളത്തിൽ വന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാര്യം പറയുമ്പോൾ പോലും തെലുങ്കാനയിൽ അവർ നടപ്പിലാക്കി വിജയിച്ച പദ്ധതിയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ദിരാ ഗ്യാരണ്ടി പോലുള്ള കാര്യങ്ങൾ വെക്കുകയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യമുള്ള യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വെറും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള വെറും രാഷ്ട്രീയമായി പറയുന്ന അല്ലെങ്കിൽ വെറും ഗിമ്മിക്കാണ് എന്ന് പറഞ്ഞെടുത്തുനിന്നാണ് അധികാരത്തിലേറിയപ്പോൾ അതെല്ലാം നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി വന്ന് കേരളത്തോട് പറയുമ്പോൾ കേരളത്തിലും ഇതെല്ലാം നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് ചേട്ടൻ പറഞ്ഞതുപോലെ ഇലക്ഷൻ മാനേജ്മെന്റ് നന്നായി അറിയാവുന്ന ആളാണ് രേവന്ത് റെഡ്ഡി. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദേശീയ നേതാവ് കേരളത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ അതും എന്താണ് വെറുതെ ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുമ്പോഴും പ്രിയങ്ക ഗാന്ധി പറയുന്നതിനൊക്കെ അപ്പുറം ഒരു വിശ്വാസ്യത രേവന്ത് റെഡ്ഡിയുടെ വാക്കുകളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. അപ്പൊ അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ദിരാ ഗ്യാരണ്ടിയുടെ വിഷയത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുക്കാൻ കഴിയുന്നത് രേവന്ത് റെഡ്ഡിക്കായിരിക്കും. കാരണം അദ്ദേഹമാണ്, അല്ലെങ്കിൽ തെലുങ്കാനയിലാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതുപോലെ പ്രഖ്യാപിക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ എന്തായാലും രേവന്ത് റെഡ്ഡിയുടെ വരവിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും രേവന്ത് റെഡ്ഡിയെ പോലുള്ള നേതാക്കന്മാരുടെ കടന്നുവരവ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരും. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഏകോപിപ്പിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ, 7 ദിവസം മാത്രമാണ് കോൺഗ്രസിന്റെ മുന്നിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബാക്കിയുള്ളത്. ഈ ദിവസങ്ങളിൽ പരമാവധി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് ആക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പാർട്ടി നേതൃത്വത്തിലുള്ളത്. ഇനി ഈ തോൽവി ഉണ്ടായാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അത്ര സുഖകരമായിരിക്കില്ല, അത്ര എളുപ്പമായിരിക്കില്ല എന്ന കൃത്യമായ ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാവ് പകലാക്കി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ തന്നെയുണ്ട്. അവസാന വോട്ടും തങ്ങളുടെ പെട്ടിയിലേക്ക് ആക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രേവന്ത് റെഡ്ഡിയെ പോലെയുള്ള ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി, 3 സംസ്ഥാനത്ത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് മുഖ്യമന്ത്രിമാരുള്ളത്. അതിലൊരു സംസ്ഥാനമായ തെലങ്കാനയുടെ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വന്ന് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവും, ജനങ്ങളുടെ വോട്ട് ആകർഷിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവെക്കുന്നത്.